സങ്കീർത്തനങ്ങൾ 96 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്. ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെ തന്നെ ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവ്വം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ. വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനങ്ങൾ 97 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് വാഴുന്നു. ഭൂമി സന്തോഷിക്കട്ടെ. ദ്വീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുമ്പിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥ ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹ ആരാധകർ ലജ്ജിതരായിത്തീരുന്നു. എല്ലാ ദേവന്മാരും അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു. സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു. യൂദയുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ.